പെൻഷൻ തുക വിതരണം ചെയ്യാത്തതിനെതിരെ KSKTU പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത്. പാടിയൊട്ടിച്ചാൽ സഹകരണ ബാങ്കിലാണ് നേതാക്കൾ പ്രതിഷേധവുമായി എത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയുള്ള ബാങ്ക് മനഃപൂർവ്വമായി പെൻഷൻ തുക വിതരണം തടസ്സപ്പെടുത്തുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. പെൻഷൻ ലഭിക്കാതെ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. പണം ഉടൻ വിതരണം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ബാങ്കിന് മുന്നിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും KSKTU നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന ഒരു ആശ്വാസമാണ്. അത് 2 മാസത്തെ പെൻഷനാണ്. മാർച്ച് മാസത്തേത് മാർച്ച് 31-നുള്ളിലും ഏപ്രിൽ മാസത്തേത് ഏപ്രിൽ 5-നകവും കൊടുത്തു തീർക്കണമെന്ന് ഗവൺമെന്റ് പറയുകയും പണം അയക്കുകയും ചെയ്തത്. എന്നാൽ പാടിയൊട്ടിയാൽ സർവീസ് സഹകരണ ബാങ്ക് ആ പണം വാങ്ങുകയും അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. മാർച്ച് 31-ന് ബാങ്കിൽ പണം ഉണ്ടാവുമ്പോൾ അവർക്കൊരു ക്രെഡിറ്റ് ആണ്, അതിനുവേണ്ടി അത് അവർ ഉപയോഗിച്ചു. എന്നാൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണമെന്ന ബോധ്യത്തിലേക്ക് അവർ വന്നില്ല. പാവങ്ങളുടെ പക്ഷത്തല്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതാണ്ട് ചെറുപുഴ പഞ്ചായത്തിൽ മാത്രം 1500-ലധികം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. ആ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 1500-ലധികം ആളുകൾക്ക് ഈസ്റ്ററിന് മുമ്പ് കൊടുക്കേണ്ടതാണ്. അതാണ് മാർച്ച് 31-നുള്ളിൽ പണം കൊടുക്കണമെന്ന് പറഞ്ഞത്. തുടർന്ന് 5-ാം തീയതിക്കുള്ളിൽ കൊടുത്താൽ അവർക്ക് നാളെയാണ് ഈസ്റ്റർ. ഈ 2 പണവും കൂടി 4000 രൂപ അവർക്ക് ലഭിക്കും. ആ 4000 രൂപ കൊടുക്കുന്നതിന് പകരം വലിയ പ്രതിസന്ധി നാട്ടിലുണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഇത് ഭാഗമായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ബാങ്കിലേക്ക് പോയി. പെൻഷൻ ഉപഭോക്താക്കളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഞങ്ങളെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു, KD അഗസ്റ്റിൻ ഉണ്ടായിരുന്നു, PV തമ്പാൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഞങ്ങളെല്ലാം പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് ഞങ്ങൾ കൊടുക്കുമെന്നാണ്. ഇന്ന് കൊടുക്കാനെല്ലാം ഞങ്ങൾ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെയായി ആർക്കും കൊടുത്തതായി അറിവില്ല. പ്രാപ്പൂല്ലതിൻ്റെ ശാഖ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവർക്കൊരു വിവരം ഇല്ല എന്നാണ് പറഞ്ഞു. ചെറുപുഴയിൽ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു കാര്യങ്ങൾ നീക്കിയില്ല. അപ്പോൾ ആരെ സഹായിക്കാനാണ് ഈ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്? അത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ല, കോൺഗ്രസിന്റെ ഭരണസമിതിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അവരിടപെടണ്ടേ? അവരിടപെട്ടിട്ട് ഇത് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണ്ടേ? എന്തിനാ ഒരു സമരത്തിന് നിലയിലേക്ക് എത്തിക്കാൻ അവർ അവസരം ഒരുക്കുന്നത്? ഞങ്ങൾ ഇന്ന് കൂടി കൊടുത്തില്ലെങ്കിൽ വളരെ ശക്തമായി അതിനോട് ഞങ്ങൾ പ്രതികരിക്കേണ്ടി വരും. അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് കൊടുക്കാൻ കഴിയില്ല, പിന്നെ അവർ തിങ്കളാഴ്ചയാണ് കൊടുക്കുക. ഇതെല്ലാം ഒരുതരം ജനവിരുദ്ധ നടപടിയാണ് ഈ സഹകരണ ബാങ്കുകൾ നടത്തുന്നത്. എന്നാൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങളിപ്പോ വീട് കയറുമ്പോൾ വീട്ടിൽ നിന്ന് ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് എന്താ പെൻഷൻ തരാത്തത്? പെൻഷൻ തരുമെന്ന് ഗവൺമെന്റ് പറഞ്ഞല്ലോ, പൈസ അയച്ചിട്ടില്ലേ, കിട്ടിയില്ലല്ലോ ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത്. പരാതിയാണ്, ഗവൺമെന്റിനെതിരായിട്ടാണ് പരാതി വരുന്നത്. അങ്ങനെ ഗവൺമെന്റിനെതിരാക്കി മാറ്റാനാണ് ഈ ബാങ്കുകാർ പരിശ്രമം നടത്തിയത് എന്നാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് അതീവമായ ജനവിരുദ്ധ പ്രവർത്തനമാണ് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള പാടിയൊട്ടിയാൽ സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കുന്നത്. UDF ഭരിക്കുന്നു, അവരിത് നടപ്പിലാക്കുന്നത് ഒരു കാരണവശാലും അനുവദനീയമായ കാര്യമല്ല. ഇതിൽ ഗവൺമെന്റ് തന്നെ ഇടപെടേണ്ടതാണ്. ഈ ഗവൺമെന്റ് തന്നെ ഇടപെട്ടിട്ട് ഈ ബാങ്ക് ഇങ്ങനെ കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ബാങ്കിനെ ആ രംഗത്ത് നിന്ന് ഒഴിവാക്കണം. ആ കൊടുക്കാൻ തയ്യാറുള്ള ബാങ്കുകളെ അത് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ അത്തരത്തിലുള്ള ആവശ്യമായ നടപടി നീക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിനാണ് ഇന്ന് ഞങ്ങൾ പോയത് ബാങ്കിലേക്ക്. ബാങ്കിൽ പോയി സംസാരിച്ചു. പക്ഷേ ബാങ്കിൽ പോയി സംസാരിച്ചിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുക്കുന്നില്ല. അടിയന്തരമായി കൊടുക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഞങ്ങൾ നടത്തും.